ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ ഫോണിലേക്ക് ശിവൻകുട്ടിയുടെ കോൾ വന്നതിന് ശേഷം സത്യഭാമ ശിവൻകുട്ടിയോട് താനും വിഷ്ണു ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുമെന്ന് അറിയിച്ചു. അത് കേട്ട് ശിവൻകുട്ടി വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സത്യഭാമ അത്രയും മാത്രം പറഞ്ഞ് ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തുമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോൾ ശിവൻകുട്ടി വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചിട്ടും സത്യഭാമ കോള് കട്ടാക്കിയത് കൊണ്ട് എന്തായാലും ഉടനെ എത്തുമായിരിക്കും എന്ന വിശ്വാസത്തിൽ ശിവൻകുട്ടി മാറി നിന്നു. അപ്പോഴാണ് സത്യഭാമ മുകളിലേക്ക് നോക്കി വിഷ്ണുവിനെ വിളിച്ചത്. എടാ വിഷ്ണു എന്നുള്ള സത്യഭാമയുടെ വിളി കേട്ട് അല്പനേരം വിഷ്ണു മൗനം പാലിച്ചു നിന്നെങ്കിലും അവസാനം അമ്മയുടെ വിളി കേട്ട് വിഷ്ണു താഴേക്ക് ഇറങ്ങിച്ചെന്നു. എന്താ അമ്മേ എന്ന് വിഷ്ണു അരികിൽ വന്ന് അന്വേഷിച്ചതും സത്യഭാമ പറഞ്ഞു, വിഷ്ണു എനിക്ക് അത്യാവശ്യമായി ക്ഷേത്രത്തിലൊന്ന് പോണം, എനിക്ക് അവിടെ ഉടനെ തന്നെ എത്തണം, നീ കാർ നിറക്ക് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചോദിച്ചു, അല്ല ഡ്രൈവർ ഇല്ലേ അമ്മേ? അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, അയാൾ ഇന്ന് ലീവാണ്, ഇനി കുറച്ചു ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ. അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, അപ്പൊ പിന്നെ രോഹിത്തോ അമ്മേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിനോട് സത്യഭാമ പറഞ്ഞു, എടാ നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വാ, നീ വേറെ ആളെ ഏൽപ്പിക്കാതെ, നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ടാക്സി വിളിച്ച് പോയിക്കോളാം, വല്ല ഓട്ടോയോ മറ്റോ വിളിച്ചോളാം എന്ന് പറഞ്ഞ് സത്യഭാമ പോകാൻ ഒരുങ്ങുമ്പോ വിഷ്ണു പറഞ്ഞു, ഓ ശരി അമ്മ നിക്ക്, ഞാൻ വരാം, അമ്മ പോയി കാറിൽ കയറിക്കോ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യാമ്മയുടെ കൂടെ പോകാൻ തയ്യാറാവുന്നു. പിന്നീട് കാണുന്നത് ക്ഷേത്രത്തിൽ ഇത്രയും നേരമായിട്ടും സത്യഭാമയും വിഷ്ണു എത്താത്തതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് മധുശ്രീ. അപ്പോഴേക്കും മധുശ്രീയുടെ അരികിൽ നിന്ന് മധുശ്രീയുടെ അമ്മ ലത ആലോചിച്ചു, എന്റെ ദൈവമേ, ഇവളുടെ നോട്ടം കണ്ടാൽ തന്നെ പേടിയാവുകയാണല്ലോ. ഓ ഇനി ഇവളെ ആ പാവം വിഷ്ണു എങ്ങനെ സഹിക്കൂ എന്തോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ ശിവൻകുട്ടി വളരെ സന്തോഷത്തോടെ അവിടേക്ക് എത്തി. ശിവൻകുട്ടി വരുന്നത് കണ്ട് ലത ആശ്വാസത്തോടെ നോക്കുമ്പോ ശിവൻകുട്ടി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ ലതേ, സത്യാമ്മയെ വിളിച്ചു, സത്യാമ്മയും വിഷ്ണുവും വരാൻ ഇറങ്ങിയെന്ന്, ഇപ്പൊ തന്നെ എത്തുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഉടനെ മധുശ്രീ വേഗം ലതയെ പിടിച്ച് മാറ്റി നിർത്തി. അപ്പോഴേക്കും എന്താ കാര്യം എന്നറിയാതെ ലത ദേഷ്യത്തോടെ നോക്കുമ്പോ ശിവൻകുട്ടിയുടെ അരികിലേക്ക് എത്തി മധുശ്രീ പറഞ്ഞു, അതെ വേഗം എത്തിയാ അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതിപ്പോ രണ്ടാമത്തെ വട്ടമാണ് എന്നെ ഈ വേഷമൊക്കെ കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇനിയും അവരെന്നെ അപമാനിക്കാനുള്ള ശ്രമമാണെങ്കിൽ പിന്നെ കളരിക്കൽ ഗ്രൂപ്പുകാർക്ക് വേറെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തേണ്ടി വരും. കാരണം കളരിക്കൽ ഗ്രൂപ്പിന് മൊത്തത്തിൽ ഒരു നാണക്കേട് ഞാൻ വരുത്തി വയ്ക്കും, ഓർത്തോ എന്ന് പറഞ്ഞ് മധുശ്രീ ദേഷ്യപ്പെടുമ്പോ ആകെ വിഷമത്തോടെ ശിവൻകുട്ടി തന്റെ ഭാര്യയെ നോക്കി. വിഷ്ണു ഇതൊന്നും അറിയാതെ സത്യമ്മയുമായി കാറിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ സത്യമ്മ മനസ്സിൽ പറഞ്ഞു, എടാ മോനെ, നിന്റെ ജീവിതം ഒന്ന് കരക്കെത്തിക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ, നിന്റെ ജീവിതം ആ പഴയ ജീവിതത്തിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരാൻ ഇത് മാത്രമേ ഒരു പോംവഴിയുള്ളൂ എന്ന് സത്യമ്മ മനസ്സിലിങ്ങനെ ആലോചിക്കുമ്പോ വഴിയരികിൽ വിഷ്ണു ആശാനെ കുറിച്ച് ഒരു വിവരം അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് കമലൻ. നേരെ ആശാനെ വീട്ടിലേക്ക് ചെന്ന് കയറിയ സത്യമ്മയുടെ സ്വഭാവം എന്തായിരിക്കും എന്ന് അറിയത്തില്ല. സത്യാമ്മ ചിലപ്പോ എന്നെ കണ്ട് ദേഷ്യപ്പെട്ടാലോ, അതുകൊണ്ട് അത് വേണ്ട, ഇനി ആശാനെ കണ്ട് വിവരം അറിയാൻ എന്താ ഒരു പോംവഴി എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ കമലൻ വഴിയിൽ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വിഷ്ണുവിന്റെ ആശാന്റെ കാർ അതുവഴി വരുന്നത് കണ്ടത്. അത് സത്യാമ്മയുടെ കാറാണല്ലോ എന്ന് ആലോചിച്ച് കമലൻ അതിലേക്ക് തന്നെ നോക്കുമ്പോ ആ കാറിനുള്ളിൽ വിഷ്ണുവും സത്യാമ്മയും ഇരിക്കുന്നത് കണ്ടു. അല്ല ഈ സമയത്ത് സത്യാമ്മ ആശാനെയും കൂട്ടി ഇത് എങ്ങോട്ടാ പോകുന്നത്? സത്യാമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് രോഹിത്തിനെ കൂട്ടിയല്ലേ പോകുന്നത്, അതും അല്ലെങ്കിൽ ഡ്രൈവർ. ഇതിപ്പോ ആശാനെയും കൂട്ടി നിർബന്ധപൂർവ്വം പോണെങ്കിൽ എന്തോ കാര്യം ഉണ്ടല്ലോ, എന്തായിരിക്കും അത്? എന്തായാലും ഒന്ന് പിന്നാലെ പോയി നോക്കാം, പറ്റുവാണെങ്കിൽ തക്കം പോലെ ആശാനോടൊന്ന് സംസാരിക്കുകയും ചെയ്യാലോ എന്നാലോചിച്ച് കമലൻ വേഗം തന്റെ ബൈക്കും എടുത്ത് അവിടുന്ന് പുറപ്പെട്ടു. ബൈക്ക് സത്യാമ്മയുടെ കാറിനെ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ സത്യാമ്മയുടെ മനസ്സിൽ വിഷ്ണുവിനോടുള്ള താൻ മറച്ചു വെച്ചിരിക്കുന്ന ആ സത്യത്തെക്കുറിച്ചായിരുന്നു സത്യാമ്മയുടെ മനസ്സിൽ മുഴുവൻ. തന്റെ മകന്റെ വിവാഹകാര്യം അവനോട് മാത്രം മറച്ചു വെച്ച് സത്യാമ്മ നിർബന്ധപൂർവ്വം നടത്താൻ പോകുന്ന ഈ ചടങ്ങിൽ വിഷ്ണുവിന്റെ സമാധാനം മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും അവന്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും സന്തോഷം ഉണ്ടാകട്ടെ എന്നൊക്കെ ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ ക്ഷേത്രത്തിലെത്തിയ മധുശ്രീ ആകെ കരുതുള്ളി നിൽക്കുകയാണ്. മധുശ്രീയുടെ അരികിലേക്ക് ലത ചെന്ന് മധുശ്രീയുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന ആ മുടിയൊന്ന് മാറ്റി വെക്കാൻ തുടങ്ങുമ്പോൾ ലതയുടെ കയ്യിൽ കടന്നു പിടിച്ച് മധുശ്രീ ആകെ ദേഷ്യത്തിൽ നോക്കി. എന്താ എന്താ വേണ്ടത് നിങ്ങക്ക്? ഉടനെ മധുശ്രീയോട് ലത പറഞ്ഞു, അല്ല മോളെ, നിന്റെ മുടി ഒന്ന് ഒതുക്കി വെക്കാൻ എന്ന് പറഞ്ഞതും മാറി നിൽക്കുന്നുണ്ടോ അങ്ങോട്ട്? നിങ്ങൾ എന്നെ തൊടാൻ വരാതിരിക്കുന്ന നല്ലത്. ദേ തള്ളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ക്ഷേത്രത്തിലേക്ക് വരാന്ന് പറഞ്ഞ് ദേ ഇതുപോലെ ഈ സാരിയൊക്കെ ഇങ്ങനെ വരിഞ്ഞുടുക്കാന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ പോലും വരാതിരിക്കുന്നത്. ഇതിങ്ങനെ ചുറ്റിപ്പിടിച്ച് എന്റെ ദേഹത്ത് കുറെ നേരമായി ഇതിങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നു. എനിക്കിതിൽ പരം ദേഷ്യം വേറെ ഒന്നുമില്ല. ഇതുപോലെയൊക്കെ ഇങ്ങനെ ചുറ്റി പെറുക്കി ഇവിടെ വന്ന് ഇങ്ങനെ കോലം കെട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല.
നിങ്ങളെപ്പോലെ മുഖത്ത് എപ്പോഴും ചിരിയും പിരിച്ച് മുഖം മുഴുവൻ പുട്ടിയടിച്ചിട്ടുമൊക്കെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഇതെന്റെ അവസാനത്തെ ദിവസമാണ് ഇങ്ങനെയുള്ള വേഷം കെട്ടൽ. ഇനി മേലാൽ ഞാൻ ഇങ്ങനെ നിൽക്കില്ല. ദേ ഇനിയും വൈകിച്ചാണല്ലോ ഞാനിതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് പോകും എന്ന് പറഞ്ഞപ്പോ ശിവൻകുട്ടി ലതയെ മാറ്റി നിർത്തിയിട്ട് മത്സ്യയുടെ അരികിലേക്ക് ചെന്നു. ഇനി മോളെ ഇപ്പൊ തന്നെ വിഷ്ണുവുമായിട്ട് സത്യാമ്മ എത്തും എന്ന് പറഞ്ഞപ്പോ മധുശ്രീ പറഞ്ഞു, നിങ്ങൾ എന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നുണ്ടോ? അതാ നിങ്ങൾക്ക് നല്ലത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ സത്യഭാമ ഇന്നിവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ എന്റെ സ്വഭാവം നിങ്ങൾ ആരും ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല എന്ന് പറഞ്ഞപ്പോ ശിവൻകുട്ടി പറഞ്ഞു, എടി മോളെ, നാട്ടുകാരെല്ലാം കേൾക്കുന്നു, അവർ കാണുന്നു എന്ന് പറഞ്ഞപ്പോ മധുശ്രീ പറഞ്ഞു, എനിക്കതൊന്നും ഒരു വിഷയമല്ല. എന്തായാലും നിങ്ങൾ രണ്ടുപേരും എന്റെ കൺമുന്നിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോ ലത വേഗം തന്നെ മധുശ്രീയുടെ അരികിലേക്ക് എത്തി. നീ എന്തിനാ ഞങ്ങളുടെ നേരെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചതും വേഗം ശിവൻകുട്ടി ലതയെ തടഞ്ഞു. ലതേ, നീങ്ങി വന്നേ, വാ എന്ന് പറഞ്ഞപ്പോ ലത ചോദിച്ചു, എങ്ങോട്ടാ മനുഷ്യ? നമുക്ക് ആ ക്ഷേത്രത്തിന് മുന്നിൽ എങ്ങാനും പോയി നിൽക്കാം, അവര് വരുന്നുണ്ടോ എന്ന് നോക്കാം, നീങ്ങി വന്നേ എന്ന് പറഞ്ഞ് ലതയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ശിവൻകുട്ടി പോകുന്നു. അങ്ങനെ ലതയുമായി ശിവൻകുട്ടി അവിടെ നിന്ന് പോകുന്ന സമയത്ത് മധുശ്രീ ആകെ കരുതുള്ളി അങ്ങനെ നിൽക്കുമ്പോ ലതയോട് ശിവൻകുട്ടി പറഞ്ഞു, നമുക്ക് ആ ക്ഷേത്രത്തിന് മുന്നിലെങ്ങാനും നിൽക്കാം, ഇവിടെ നിന്ന് ഇവളുടെ ഈ കലി മുഴുവൻ കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ നിൽക്കുമ്പോഴാണ് സത്യഭാമയും വിഷ്ണു ക്ഷേത്രത്തിലേക്ക് വന്നെത്തിയത്. സത്യാമ്മയുടെ കാറിനെ പിന്തുടർന്ന് കമലിനും അവിടേക്ക് എത്തി. സത്യാമ്മ കാറിൽ നിന്നിറങ്ങി ക്ഷേത്രത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വിഷ്ണു കാറിൽ തന്നെ ഇരുന്നു. വിഷ്ണുവിനോട് സത്യഭാമ ചോദിച്ചു, എടാ മോനെ, നീ ഇറങ്ങുന്നില്ലേ? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അമ്മ ഞാൻ വരുന്നില്ല, അമ്മ പൊയ്ക്കോ. അപ്പോഴേക്കും സത്യഭാമ നിർബന്ധിച്ചു, എടാ മോനെ, ഇവിടെ വരെ വന്നിട്ട് ഭഗവാനെ തൊഴാതെ പോകുന്ന മോശമല്ലേ, നീ ഇങ്ങിറങ്ങി വന്നേ എന്ന് പറഞ്ഞ് സത്യാമ്മ നിർബന്ധിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അമ്മ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, അതെ, ഈ ഞാൻ വരുന്നത് വരെ നീ ഇതിനകത്ത് തന്നെ ഇരിക്കണ്ടേ? എന്തായാലും വെറുതെ ഇരിക്കണ്ട, നീ ഇങ്ങിറങ്ങി വന്നേ. ഭഗവാന്റെ അരികിൽ വന്നിട്ട് തൊഴാതെ പോകുന്നത് ശരിയല്ല, അതിനുള്ള കോപം വേറെയും ഉണ്ടാകും. അത് ജീവിതത്തെ ഇതുപോലെ തന്നെ വേദനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് വന്നേ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനെ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് പോന്നു. അങ്ങനെ സത്യഭാമ വിഷ്ണുവിനെ വിളിച്ചതുകൊണ്ട് വിഷ്ണു മനസ്സിലാ മനസ്സോടെ ക്ഷേത്രത്തിൽ എന്നാൽ കയറി തൊഴാമെന്ന് വിചാരിച്ച് പതുക്കെ ആ പടവുകൾ കയറി മുകളിലേക്ക് പോകുമ്പോൾ കമലൻ വിഷ്ണുവും സത്യാമ്മയും കാണാതെ അവരെ പിന്തുടരുന്നു. കമലിനാകെ സംശയത്തോടെ എന്തിനായിരിക്കും സത്യാമ്മ നിർബന്ധപൂർവ്വം ആശാനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ആശാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടും സത്യാമ്മ നിർബന്ധിക്കുന്ന എന്തിനായിരിക്കും എന്നൊക്കെ ആലോചിച്ച് സംശയത്തോടെ കമലം വരുമ്പോൾ അവിടെ ക്ഷേത്രത്തിന് വാതിൽക്കൽ നിൽക്കുകയാണ് ലതയും ശിവൻകുട്ടിയും. ലതയോട് ശിവൻകുട്ടി പറഞ്ഞു, എടി നമുക്ക് ഇവിടെ നിൽക്കാം, അവരിങ്ങോട്ട് വരുമ്പോ നമുക്ക് കാണാലോ. നമ്മുടെ മകളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ അവളുടെ ചീത്തവിളിയും ദേഷ്യപ്പെടലും മറ്റുള്ള നാട്ടുകാരുടെ മുന്നിൽ നിന്ന് നമുക്ക് നാണം കെട്ട് സഹിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, അവള് നന്നാകുമെന്നാണ് നമ്മൾ കരുതിയത്. എന്നിട്ട് IAS നേടാനായി പോയ സമയത്ത് അവൾ കളക്ടറായി തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ട് അവൾ വന്നത് എങ്ങനെയാണ്? ഇതുപോലെ കേസും വയ്യാവേലികളും മാത്രമായിട്ട്. ഇപ്പോ അവൾക്ക് വേണ്ടി തന്നെ വാദിക്കാൻ പ്രത്യേകിച്ച് ഒരു വക്കീലിനെ നിയമിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇന്നത്തോടെ ഈ തൊല്ലയൊന്ന് തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. അങ്ങനെ ഒന്ന് പോകുമല്ലോ എന്റെ ഈശ്വര എന്ന് പറഞ്ഞപ്പോ ലത പറഞ്ഞു, ഹോ, നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ പറയുന്നത്? നാവിന്റെ അറ്റത്ത് ഗുളിക നിൽക്കുന്ന നേരത്തൊക്കെ പറഞ്ഞാൽ ചിലപ്പോ വല്ലതൊക്കെ സംഭവിച്ചേക്കുമെന്ന് പറഞ്ഞതും ഉടനെ ശിവൻകുട്ടി പറഞ്ഞു, അതല്ലേ ഞാൻ പറഞ്ഞത്, ഇന്നത്തോടെ ഈ ശല്യം ഒഴിഞ്ഞു പോവല്ലോ. ഇനിയിപ്പോ ഞാൻ അതിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അവളെ പോലെ ഒരു ശല്യത്തെ ഇനി തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളായി ഇപ്പൊ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ വിഷ്ണുവിനെയും കൂട്ടി വളരെ സന്തോഷത്തോടെ ഇവിടെ വരുന്നത് ശിവൻകുട്ടി കണ്ടു. അപ്പോഴേക്കും ശിവൻകുട്ടിക്ക് വലിയ സന്തോഷമായി. ആഹാ, സത്യാമ്മയോ, വരൂ വരൂ, ഞങ്ങൾ എത്ര നേരെ കാത്തിരിക്കുകയായിരുന്നറിയാമോ എന്ന് ചോദിച്ച് ശിവൻകുട്ടി സത്യാമ്മയുടെ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും വിഷ്ണു ആകെ ദേഷ്യത്തോടെ സംശയത്തോടെയും സത്യാമ്മയെ നോക്കി. ശിവൻകുട്ടി പറഞ്ഞു, വരൂ വരൂ സത്യാമ്മ എന്ന് പറഞ്ഞ് ശിവൻകുട്ടിയും ഭാര്യയും കൂടി പോകുമ്പോ സത്യാമ്മ വാ മോനെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു ചോദിച്ചു, അല്ലമ്മേ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അയാൾ എന്തോ കാത്തിരിക്കുകയായിരുന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ അമ്മേ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അയാളല്ലേ പറഞ്ഞത് അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നെന്ന്. നമ്മള് ഇവിടെ വരുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ലായിരിക്കും. എന്തായാലും നീ എന്താ ഇങ്ങനെ സംശയത്തോടെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, അല്ല, അയാൾ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താ അമ്മേ? അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, എടാ, നീ ഒരാൺകുട്ടിയാ, ഒരാണല്ലേടാ നീയ്, എന്നിട്ട് നീ ഇങ്ങനെ സംശയത്തോടെ നിൽക്കുന്ന എന്തിനാ എന്നിങ്ങനെ ചോദിച്ചപ്പോ വിഷ്ണു വീണ്ടും എന്താ കാര്യം എന്നറിയാതെ സത്യാമ്മയുടെ വാക്കുകൾ വിശ്വസിക്കണ വേണ്ടേ എന്ന സംശയത്തിൽ അങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, എടാ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് സത്യാമ്മ വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. വിഷ്ണു ശരിയെന്നൊക്കെ പറഞ്ഞ് തല ഉലുക്കി അങ്ങനെ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഇതിന് പിന്നിലുള്ള കാരണം എന്നറിയാതെ കമലൻ പിന്തുടർന്നെത്തിയതും കമലിന് ആകെ സംശയമായി.
ഇതിന് പിന്നിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന സംശയത്തോടെ കമൽ ആലോചിച്ചങ്ങ് നിന്നു. വിഷ്ണു ആശാനെ നിർബന്ധപൂർവ്വം സത്യമ്മ കൂട്ടിക്കൊണ്ട് പോയെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ടല്ലോ എന്ന് സംശയത്തോടെ കമൽ അങ്ങ് നിൽക്കുമ്പോൾ അവിടെ പൂജാരി പൂജ ചെയ്യുന്നതിനിടയിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന മധുശ്രീയെ കണ്ടു. മധുശ്രീയുടെ പൂജാരി പറഞ്ഞു, കുട്ടി കുട്ടി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കാര്യമില്ലല്ലോ. വരം വരാതെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. കുട്ടി അപ്പുറത്തെവിടെയും പോയി വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞതും ഒന്ന് പോടോ താൻ എന്ന് ദേഷ്യത്തോടെ പൂജാരിയോട് മധുശ്രീ മറുപടി നൽകി. അത് കേട്ട് സംശയത്തോടെ പൂജാരി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണുവും സത്യാമ്മയും കൂടി അവിടേക്ക് എത്തിയത്. മധുശ്രീ സത്യാമ്മയെ കണ്ടതും വലിയ സന്തോഷത്തോടെ സത്യാമ്മയെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴേക്കാണ് വിഷ്ണു മധുശ്രീ വിവാഹത്തിനായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ആ ഒരു ചിത്രം തന്നെ വിഷ്ണു ശ്രദ്ധിച്ചത്. തന്റെ മുന്നിൽ നിൽക്കുന്ന മധുശ്രീ ഒരു കല്യാണ പെണ്ണിലെ പോലെ അണിഞ്ഞു നിൽക്കുന്നത് കണ്ട് സംശയത്തോടെ വിഷ്ണു സത്യാമ്മയെ നോക്കുന്നു. സത്യഭാമ വിഷ്ണുവിനോട് വളരെ സന്തോഷത്തോടെ വാ മോനെ എന്ന് പറഞ്ഞ് വേഗം മധുശ്രീയുടെ അരികിലേക്ക് സത്യാമ്മ എത്തി. സത്യാമ്മ വളരെ സന്തോഷത്തോടെ മധുശ്രീയുടെ അരികിലേക്ക് വന്ന് നിന്നത് മധുശ്രീ ഉടനെ തന്നെ സത്യഭാമയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു. അനുഗ്രഹിക്കണം സത്യാമ്മ എന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി സന്തോഷമായെന്ന് പറഞ്ഞ് മധുശ്രീ സത്യഭാമയുടെ കാലിൽ വീണ് സത്യാമ്മയുടെ കൈകൾ തന്റെ തലയിൽ മധുശ്രീ തന്നെ വെക്കുന്നു. അപ്പോഴേക്കും സത്യഭാമ എന്താ കാര്യം എന്ന സംശയത്തിൽ അങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവിനും ആകെ സംശയമായി കഴിഞ്ഞു. സത്യാമ്മ മനഃപൂർവ്വം തന്നെ കബളിപ്പിക്കുന്നതാണോ എന്ന സംശയത്തിൽ വിഷ്ണു അവനെ നോക്കിയേക്കുമ്പോൾ കമലൻ പിന്തുടർന്നെത്തുന്നു വരുന്ന സമയത്ത് ആ കാഴ്ച കമലിനും കാണുന്നു. ലത അപ്പോഴേക്കും പറഞ്ഞു, കണ്ടോ സത്യാമ്മ വന്നിട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് എന്റെ മോള് പിടിവാശിയിലായിരുന്നു. അവള് ഞങ്ങളോട് പോലും ഞങ്ങളുടെ അനുഗ്രഹം പോലും അവൾ ഇതിനോടകം വാങ്ങിച്ചിട്ടില്ല എന്ന് സത്യഭാമയോട് ശിവൻകുട്ടി അറിയിച്ചു. അത് കേട്ട് വലിയ സന്തോഷത്തോടെ സത്യാമ്മ അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും മോൾക്കുണ്ടാകട്ടെ, ദീർഘസുമംഗലിയായിരിക്കട്ടെ എന്നൊക്കെ സത്യഭാമ അനുഗ്രഹിക്കുമ്പോൾ ശിവൻകുട്ടി പറഞ്ഞു, കണ്ടോ സത്യാമ്മയുടെ അനുഗ്രഹത്തിനായിട്ടാണ് അവൾ കാത്തു നിന്നത്. സത്യാമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടേ ഇനി മറ്റാരുടെയും അനുഗ്രഹം വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുകയായിരുന്നു. അത് മാത്രമല്ല ഇതുപോലെ ഒരു അമ്പലത്തിൽ കറങ്ങി നടക്കുന്ന ഒരു കുട്ടി വേറെയില്ല. ഇങ്ങനെ അമ്പലം എന്ന് പറഞ്ഞാൽ ജീവൻ കളഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടി. എല്ലായ്പ്പോഴും ക്ഷേത്രത്തിൽ തന്നെ വരാൻ വലിയ താല്പര്യമാണ്. ഇന്നിവിടെ വന്നിട്ടും ഭഗവാന്റെ മുന്നിലേക്ക് പോലും പോയില്ല. ഭഗവാന്റെ ഭഗവാന്റെ സ്ഥാനത്ത് തന്നെ കാണുന്ന ആള് തന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാണ് ഇന്നിവിടെ കാത്തു നിന്നത്. ഇനിയിപ്പോ ഞങ്ങളുടെ അനുഗ്രഹം കൂടി അവൾക്ക് വാങ്ങിക്കാം. ഒരു ദിവസം പോലും ക്ഷേത്രത്തിൽ വന്നില്ല എങ്കിലുണ്ടല്ലോ അവൾക്ക് വല്ലാത്ത വിഷമാണ്. അവള് വീട്ടിൽ കിടന്ന് ഭയങ്കര കരച്ചിലായിരിക്കും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തതിന്റെ സങ്കടം പറഞ്ഞുകൊണ്ട് എന്ന് സത്യഭാമയോട് ലത അറിയിച്ചു. എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ പൂജാരി അതൊക്കെ കേട്ട് അതിശയപ്പെട്ടു നോക്കി. അപ്പോഴാണ് ശിവൻകുട്ടി പറഞ്ഞത്, അതെ എന്റെ മോൾക്ക് ഇട്ടേക്കുന്ന കൂട്ടുകാർ ഇട്ടേക്കുന്ന പേര് പോലും അമ്പലപ്രാവ് എന്നുള്ള അതാണ് എന്നൊക്കെ പറയുമ്പോൾ ലത പറഞ്ഞു, എന്തായാലും അങ്ങനെയൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നടന്നുകൊണ്ടായിരിക്കാം എന്റെ മോൾക്ക് ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ നല്ലൊരു ആലോചന വന്നത്. അത് കേട്ട് വിഷ്ണു ആകെ സംശയത്തോടെ അങ്ങ് നോക്കുമ്പോൾ ഉടനെ വിഷ്ണു നോക്കി സത്യഭാമ പറഞ്ഞു, മോനെ വിഷ്ണു ഇന്ന് മധുശ്രീയുടെ വിവാഹമാണ്. വിഷ്ണു അത് കേട്ട ഭാവം പാലും നടിക്കാതെ അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ പുഞ്ചിരിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, നിന്റെയും എന്ന്. അത് കേട്ടപ്പോഴേക്കും വിഷ്ണു ഞെട്ടലോടെ സത്യാമ്മയെ നോക്കി. സത്യാമ്മ മനഃപൂർവ്വം വിഷ്ണുവിനെ ട്രാപ്പിലാക്കിയതാണ് എന്ന് ആ വിഷ്ണുവിനെ പിന്തുടർന്നെത്തിയ കമലിനപ്പുറത്ത് മാറി നിന്ന് കേൾക്കുന്നു. അങ്ങനെ വിഷ്ണുവിന്റെയും മധുശ്രീയുടെയും വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ സത്യാമ്മ നടത്തിയെന്നതും അതിന് വിഷ്ണു ആശാനെ മനഃപൂർവ്വം അവിടേക്ക് എത്തിക്കുകയാണ് ചെയ്തതെന്നും കമലൻ ഞെട്ടലോടെ മനസ്സിലാക്കി. വിഷ്ണു ആകെ കലിതുള്ളി അങ്ങനെ സത്യാമ്മയെ നോക്കിയപ്പോഴും സത്യഭാമയോട് ദേഷ്യത്തോടെ ഒന്നും പറയാത്തതുകൊണ്ട് വിഷ്ണു വേഗം മധുശ്രീയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, എടി പെണ്ണെ നിനക്കെന്താ ഭ്രാന്താണോ? ഇവരൊക്കെ പ്രായമായവരാണ്, കാരണവന്മാര്. അവരിങ്ങനെ പല ആഗ്രഹങ്ങളും പല ഇഷ്ടങ്ങളും അവർ പറഞ്ഞു തന്നിരിക്കും എന്ന് വെച്ച് നീ അതെല്ലാം കേട്ട് അണിഞ്ഞൊരുങ്ങി വേഷം കെട്ടിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? നിനക്ക് നാണമില്ലേ എന്ന് ചോദിച്ച് വിഷ്ണു മധുശ്രീയോട് ദേഷ്യപ്പെടുന്നു. നിനക്ക് തലയ്ക്ക് വല്ല ഓളവുമുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിഷ്ണു ദേഷ്യപ്പെടുമ്പോ അപ്പോഴേക്കും മധുശ്രീ സത്യാമ്മേ എന്ന് വിളിച്ചു. ഉടനെ തന്നെ സത്യഭാമ വിഷ്ണുവിനെ നോക്കി വിഷ്ണു എന്ന് പറഞ്ഞ് അരികിലേക്ക് വന്ന് വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണു നീ ഇക്കാര്യത്തിൽ ഒന്നും ഇനി പറയേണ്ടതില്ല. നീ ഇപ്പോഴും ശാലിനിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നീ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, അമ്മ ഒരു വാക്ക് പോലും പറയാതെ പൂച്ചക്കുട്ടിയെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ ഈ ആഗ്രഹം സാധിച്ചെടുക്കാമെന്നാണ് അമ്മ കരുതിയത് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു,
നീ പൂച്ചക്കുട്ടിയെ പിടിച്ചോണ്ട് വരുന്നത് പോലെയല്ലേ നീ വീട്ടിലേക്ക് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ട് അവളെ നിന്നിൽ നിന്ന് പിരിച്ച് ഞാനാണോ? അവള് സ്വന്തമായി നിന്നിൽ നിന്ന് അകന്നുപോയി. അവൾ മടങ്ങിയെത്തിയപ്പോ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ ദശാസന്ധിയും മറികടന്നുവെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ നിന്റെ ജീവിതത്തിലെ ദശാസന്ധി തീർന്നിട്ടില്ല. അതുകൊണ്ടല്ലേ ശാലിനി മടങ്ങിയെത്തിയത്. നിനക്ക് വിഷ്ണു ഞാൻ അമാവാസി വരെ അന്ന് നിനക്ക് അവധി തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അതിനുശേഷം ശാലിനി മടങ്ങി വന്നില്ലേ അമ്മേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, മടങ്ങി വന്നു. പക്ഷെ ഒക്കത്ത് ഒരു കുട്ടിയെയും വെച്ചുകൊണ്ട്. അവൾക്ക് ഇന്ന് അവളുടെ കുഞ്ഞ് ആരുടേതാണെന്ന് ചോദിച്ചാൽ മറുപടി പറയാനുണ്ടോ? നിന്റെ കുഞ്ഞാണെന്ന് മറുപടി പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? അത് മാത്രമോ, അവൾ ഇന്ന് ആ പഴയ പെൺകുട്ടിയല്ല, അവൾ ജില്ലാ കളക്ടറാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നവുമായി ഒരിടത്തും പോയി നിൽക്കാനും ആവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയും അവളെ മനസ്സിൽ കൊണ്ടു നടന്ന് നീ വെറുതെ നിന്റെ ജീവിതം കളയരുത് മോനെ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, ഇല്ലമ്മേ പറ്റില്ല. ഈ വിഷ്ണുവിന്റെ ജീവിതത്തിൽ ശാലിനി മാത്രമേ ഉള്ളൂ. ഈ വിഷ്ണുവിന് ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. അതെന്റെ ശാലിനി മാത്രമാണ് എന്ന് വിഷ്ണു സത്യഭാമയോട് അറിയിച്ചു. എല്ലാം കേട്ട് സത്യഭാമ കലിയോടെ അങ്ങനെ നോക്കുമ്പോ വിഷ്ണു പറഞ്ഞു, എന്റെ ശാലിനിയെ മറന്ന് മറ്റൊരു ജീവിതം എനിക്കില്ല. അമ്മ അങ്ങനെ ഒരു ജീവിതത്തെ കുറിച്ച് എന്നോട് പറയുകയും നിർബന്ധിക്കുകയും ചെയ്യണ്ട എന്ന് വിഷ്ണു ദേഷ്യത്തോടെ സത്യാമ്മയോട് പറയുമ്പോ വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് സത്യഭാമ പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറയാം. നിനക്ക് ഇത്രയും നാളും നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാ ഞാൻ അനുവദിച്ചിരുന്നത്. നിന്റെ ഇഷ്ടത്തിന് വിവാഹവും നടത്തി. അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടു വന്നപ്പോ എതിർപ്പ് പോലും പറയാതെ ഞാൻ അവളെ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ വിഷ്ണു, നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമ്പോ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ലേ? നിന്നെ മറന്ന് അവൾ മറ്റൊരു ജീവിതം തുടങ്ങി വിഷ്ണു. അത് നീ മറക്കരുത് എന്ന് സത്യഭാമ വിഷ്ണുവിനെ ഓർമ്മിപ്പിച്ചു. അവള് നിന്നെ മറന്ന് മറ്റൊരു ജീവിതം കണ്ടെത്തുകയും അതിലൊരു കുഞ്ഞും അവളുടെ ഒക്കത്തുണ്ട് താനും. നീ അന്നേരം ഇവിടെ എങ്ങനെയാ ജീവിക്കുന്നത്? അവളുടെ ഓർമ്മയിൽ മുഴുകി ജീവിതം നീ തള്ളി നീക്കുമല്ലേ മോനെ. നിന്റെ ഈ ജീവിതം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നതും ഇങ്ങനെ ദുരിതക്കടലിലാകുന്നതും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. നമ്മുടെ കുടുംബത്തിനും പാരമ്പര്യത്തിനും നമ്മുടെ സംസ്കാരത്തിനും ചേരുന്ന അതേ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ബന്ധം നടക്കാൻ പോകുന്നു അറിയുമ്പോഴെങ്കിലും ശാലിനി വരുമെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ടും അവൾ മടങ്ങി എത്തിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടന്നേ തീരുമെന്ന് പറയുമ്പോ ഉടനെ അത് കേട്ടു നിന്ന വിഷ്ണു വേഗം തന്നെ ഇതിനുള്ള പരിഹാരം താൻ കാണുമെന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇനി അവിടെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഓരോന്നായി സ്വയം തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ പറമ്പിൽ തൻ്റെതായ രീതിയിലുള്ള പ്രവൃത്തികൾ, തൻ്റെതായ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വിഷ്ണു ഒരുങ്ങുന്നു. ഈ സമയം വിഷ്ണുവിനെ പിടിച്ച് അവിടെ നിന്ന് മധുശ്രീയുടെ അരികിൽ നിർത്തി സത്യഭാമ പറഞ്ഞു, ഇപ്പോ ഇപ്പോഴത്തെ ഈ സങ്കടം മാറാൻ ഇത് മാത്രമാണ് ഏക പോംവഴി എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നത്, നീ എന്തായാലും ഈ വിവാഹത്തിൽ പങ്കെടുത്തേ തീരൂ എന്ന്. അതെല്ലാം കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ആ നിമിഷം വിഷ്ണു.